ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസിൻ്റെ ജസ്റ്റേഷണൽ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടിട്ട് വരാം. ഓക്കെ, പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവേസീവ് മോൾ, കൊറിയോകാർസിനോമ, പ്ലാസെന്റൽ സൈറ്റ് ലാക്ടോജൻ, ദാറ്റ് ഈസ് പ്ലാസെന്റൽ സൈറ്റ് ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ്. അവിടെ ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ ആയിരിക്കും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ആണ് സെക്ടോപിക് പ്രഗ്നൻസി. ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകുന്നത്. ഇൻവേസീവ് മോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇൻവേസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവർക്ക് ഇൻവേസ് ചെയ്യുന്നത് എങ്ങോട്ട് ഇൻവേസ് ചെയ്യാൻ പോകുന്നത് മയോമെട്രിയത്തിലേക്കാണ് ഇൻവേസ് ചെയ്യുന്നത്. കൂടാതെ പ്രൊലിഫറേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. സിൻസിഷ്യർ ട്രോഫോബ്ലാസ്റ്റിൻ്റെയും സൈറ്റോ ട്രോഫോബ്ലാസ്റ്റിൻ്റെയും പ്രൊലിഫറേഷൻ സംഭവിക്കുന്നത്. ഇതാണ് ഇൻവേസീവ് മോളിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കൊറിയോകാർസിനോമ. കൊറിയോകാർസിനോമ എന്ന് പറയുമ്പോഴത്തേക്ക് BTHCG ലെവൽ റേസ്ഡ് ആയിരിക്കും. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രോഫോബ്ലാസ്റ്റിന് സിൻസിഷ്യർ ട്രോഫോബ്ലാസ്റ്റും സൈറ്റോ ട്രോഫോബ്ലാസ്റ്റും ഒരു പ്രൊലിഫറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇൻവേസീവ് മോളിന് അത് സറൗണ്ടഡ് ബൈ ദി പ്ലാസൻ്റ ആൻഡ് പ്ലാസൻ്റയിൽ കൊറിയോണിക് വില്ലേക്കും ഡെവലപ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഇൻ കേസ് ഓഫ് കൊറിയോകാർസിനോമ ഇവിടെ പ്ലാസൻ്റൽ വില്ലേ അവർക്ക് മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ, അത് മാത്രമല്ല BTHCG ലെവൽ വിൽ ബി റേസ്ഡ്. പ്ലാസൻ്റൽ സൈറ്റ് ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ BTHCG ലെവൽ മൈൽഡ്ലി റേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കാം. ആൻഡ് ഇവിടെ ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടേഷനാണ് റേസ് ചെയ്യുന്നത്. ആൻഡ് ഇൻവേസീവ് മോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതെന്ന് പറയുമ്പോൾ ഡ്യൂറിങ് പ്രഗ്നൻസിയിലും കൊറിയോകാർസിനോമ ഡെവലപ്സ് ഫോളോയിങ് ദി പ്രഗ്നൻസി ഓർ ആഫ്റ്റർ ദി അബോർഷൻ ഓർ ആഫ്റ്റർ ദി നോർമൽ ഡെലിവറി. ഓക്കെ, നോർമൽ പ്രഗ്നൻസി. നെക്സ്റ്റ് ഈസ് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി എന്നുള്ള പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതർ ദാൻ ദി സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷനിലായിരിക്കും ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് പോയിട്ട് ഇംപ്ലാന്റ് ആവുന്നത്. ലൈക്ക് ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി, ദെൻ ഇൻട്രാപെരിറ്റോണിയൽ ക്യാവിറ്റി എക്സെട്ര. ഇവിടെയൊക്കെ ആയിരിക്കും ഈ എക്ടോപിക് പ്രഗ്നൻസി ടൈമിൽ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ റീസൺസ് എന്തൊക്കെ കൊണ്ടുവരും. യൂസ് ഓഫ് കോൺട്രസെപ്റ്റീവ്സ് കൊണ്ടുവരാം, അല്ലെന്നുണ്ടെങ്കിൽ സം പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ളവർക്ക് പെരിറ്റോണിയൽ സ്കാറിങ് ഉണ്ടാവും. അപ്പോൾ സ്കാറിങ് ഉള്ളതുകൊണ്ട് വരാം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ റീസൺ പെരിട്യൂബുലർ സ്കാറിങ് ഒക്കെ ഉണ്ടെങ്കിൽ വരാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പാത്തോജൻസസ് ആയിട്ട് പറയുന്നത് എന്താ? പാത്തോജൻസസ് ആയിട്ട് പറയുന്നത് പ്ലാസൻ്റൽ ടിഷ്യൂ ആദ്യം ഇംപ്ലാന്റേഷൻ നടക്കുമല്ലോ. ഇതുപോലെ തന്നെ നോർമൽ പ്രഗ്നൻസി പോലെ നോർമലി യൂട്രസിൽ പോയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന പോലെ തന്നെ ഇവിടെ ഫെലോപ്പിയൻ ട്യൂബിലായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അതിന് ഇവർ ബൈ ഫെലോപ്പിയൻ ട്യൂബിന് ടിഷ്യൂ അറ്റാച്ച് ചെയ്യും. സറൗണ്ടഡ് അതിൻ്റെ എന്ത് ചെയ്യും, ട്രോഫോബ്ലാസ്റ്റൊക്കെ ഡിഫറെൻ്റ് പ്രൊലിഫറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേ സമയത്ത് തന്നെ പ്ലാസൻ്റെ എന്ത് ചെയ്യും, കവർ ചെയ്യും. പ്ലാസൻ്റൽ ടിഷ്യൂ ഇതിനെ കവർ ചെയ്യും. അത് നോർമലി പ്രഗ്നൻസി നടക്കുന്ന പോലെ തന്നെ ഇവരെന്ത് ചെയ്യും, ആസ് ദിസ് ഈ ഒരു ഇംപ്ലാന്റ് ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും ഫെലോപ്പിയൻ ട്യൂബിന് എന്ത് പറ്റും, ഫെലോപ്പിയൻ ട്യൂബ് നാരോ ട്യൂബാണ്, അത് ഡിസ്റ്റൻറ്റ് ചെയ്യണം. ആ ഡിസ്റ്റൻറ്റ് ചെയ്തിട്ട് സംടൈംസ് ഇറ്റ് കോസസ് റപ്ചർ. ആൻഡ് ഇതെങ്ങനെ മനസ്സിലാവും? ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ക്ലിനിക്കൽ ഫീച്ചറായിട്ട് പറയുന്നത് ലാബ് ഡയഗ്നോസിസിൽ BTHCG ലെവൽ എലിവേറ്റഡ് ആയിരിക്കും. അതുകൂടാതെ തന്നെ ഈ പ്ലാസൻ്റയുടെ സാമ്പിളിൽ ബ്ലഡ് എടുക്കുമ്പോഴത്തേക്കും അവിടെ കൊറിയോണിക് വില്ലയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഹെമറേജസ് ആയിരിക്കും. ഹെമറേജസ് ഉണ്ടാവും. കൂടാതെ അതിൻ്റെ കൂടെ മിക്സ്ഡ് ആയിട്ട് കൊറിയോണിക് വില്ലേസും കിട്ടും. സോ നമുക്കിത് നേരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Gestational trophoblastic disease in the continuation ആണ്. Invasive moles is defined as the hydatidiform mole or complete, that is hydatidiform mole and an invasive mole which is complete or partial that penetrates or even perforates the uterine wall. Uterine wall നെ complete or partial ആയിട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന hydatidiform mole ആണ് invasive mole. ഓക്കെ, മൈക്രോസ്കോപ്പിൽ എന്തൊക്കെ കാണാൻ പറ്റും? Inversion of the myometrium by the hydropic villi accompanied by proliferation of both syncytial trophoblasts and cytotrophoblast. അപ്പോൾ എന്ത് കാണാൻ പറ്റും? ഇൻവേഷൻ ഓഫ് മയോമെട്രി ഇൻവേഷൻ നടക്കുന്നുണ്ട് ബൈ ദി ഹൈഡ്രോപിക് വില്ലൈ ആൻഡ് അക്കമേഡ് ബൈ എന്തൊക്കെ ഉണ്ടാവും? പ്രൊലിഫറേഷൻ ഓഫ് സിൻസിഷ്യർ ട്രോഫോബ്ലാസ്റ്റും സൈറ്റോട്രോഫോബ്ലാസ്റ്റും. ഈ ഇൻവേസീവ് മോൾ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അതൊരു ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സൈഗോട്ടിന് സംഭവിക്കുന്നതല്ലേ. ആ സൈഗോട്ട് എന്ത് ചെയ്യും, വൺസ് ഇംപ്ലാന്റ് ആവാൻ നേരത്ത് ഇൻവേസീവ് മോൾസ് ഇൻവേസീവ് മോളിൽ ഡെവലപ്പ് ആവാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇൻവേഷൻ നടക്കും മയോമെട്രിയത്തിലേക്ക്, യൂട്രൈൻ്റെ മയോമെട്രിയത്തിലേക്ക് അവിടെ ഇൻവേഷൻ നടക്കുകയാണ് ബൈ ദി ഹൈഡ്രോപിക് വില്ലേ. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് അക്കമ്പനിഡ് ബൈ ദി പ്രൊലിഫറേഷൻ ഓഫ് സിൻസിഷ്യർ ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് സൈറ്റോട്രോഫോബ്ലാസ്റ്റ്. Then spread, there is local spread and blood spread. Local spread എന്ന് പറയുമ്പോൾ ടിഷ്യൂ ആൻഡ് ബ്ലഡ് വെസലിലുള്ള സ്പ്രെഡാണ് ലോക്കൽ സ്പ്രെഡ്. ആൻഡ് ബ്ലഡ് സ്പ്രെഡ് ത്രൂ ദി ലങ് ആൻഡ് ബ്രെയിൻ. Clinical feature of invasive mole includes vaginal bleeding and irregular uterine enlargement. Irregular ആയിട്ടുള്ള uterine enlargement. Why? Because ഇവിടെ പറഞ്ഞിരുന്ന invasion of myometrium by the hydropic villi and proliferation of both syncytial and cytotrophoblast. Because of that, there will be uterine enlargement and vaginal bleeding. Next is lab findings for the invasive mole.
which shows persistently elevated serum beta HCG level. Persistent ആയിട്ടുള്ള elevated beta serum HCG level ആയിരിക്കും കാണിക്കുന്നത്. And varying degree of um, luteinization of the ovaries. Then treatment ആയിട്ടുള്ളത് respond well to the chemotherapy. So invasive മോൾസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള കീമോതെറാപ്പിയാണ്. ഇൻവേസീവ് മോൾ എന്ന് പറയുമ്പോൾ ഡിഫൈൻഡ് ആസ് എ ഹൈഡ്രേറ്റഡ് മോൾ കംപ്ലീറ്റ് ഓർ പാർഷ്യലി ദാറ്റ് പെനിട്രേറ്റ് ഓർ ഈവൻ പെർഫറേറ്റ്സ് ദി യൂട്രൈൻ വാൾ. മൈക്രോസ്കോപ്പിൽ എന്ത് കാണാൻ പറ്റും? ഇൻവേഷൻ ഓഫ് ദി മയോമെട്രിയം ബൈ ദി ഹൈഡ്രോട്ടിക് വില്ലൈ and accompanied by proliferation of both syncytial trophoblasts and cytotrophoblast. Spread അങ്ങനെ ലോക്കൽ സ്പ്രെഡ് ഉണ്ട്, ബ്ലഡ് സ്പ്രെഡ് ഉണ്ട്. ലോക്കലി സ്പ്രെഡ് ചെയ്യുന്ന എങ്ങോട്ടൊക്കെ ടിഷ്യൂലേക്കും ബ്ലഡ് വെസൽസിലേക്കും. ബ്ലഡ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ത്രൂ ദി ലങ് ആൻഡ് ബ്രെയിൻ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വെസിക്കൽ ബ്ലീഡിംഗ് ആൻഡ് ഇറഗുലർ യൂട്രൈൻ എൻലാർജ്മെന്റ് ആണ് വരുന്നത്. ദെൻ ലാബ് ഫൈൻഡിങ്സ് ലോ പെർസിസ്റ്റന്റ്ലി എലിവേറ്റഡ് സെറം ബീറ്റ HCG ലെവൽ പെർസിസ്റ്റന്റ് ആയിട്ട് എലിവേറ്റഡ് ആയിരിക്കും. ഓൾസോ വേരിയിങ് ഡിഗ്രി ഓഫ് ല്യൂട്ടിനൈസേഷൻ ഓഫ് ഓവറീസ്. ദെൻ ട്രീറ്റ്മെന്റ് ആയിട്ട് ഇറ്റ് റെസ്പോണ്ട് വെൽ ടു ദി കീമോതെറാപ്പി. കൊറിയോണിക് വില്ലേ. സോ കൊറിയോ കാർസിനോമ എന്ന് പറയുമ്പോൾ എന്താ definition: gestational choriocarcinoma is a rapidly invasive malignant neoplasm of the trophoblastic cell which metastasizes widely. It responds well to the chemotherapy. ഇതും ഇൻവേസീവ് മോൾ പോലെ റെസ്പോണ്ട് വെൽ ടു കീമോതെറാപ്പി ആണ്. ആൻഡ് എന്താ വ്യത്യാസം? ഇറ്റ് ഈസ് റാപ്പിഡ്ലി ഇൻവേസീവ് ആയിട്ടുള്ള മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ദി ട്രോഫോബ്ലാസ്റ്റിക് സെല്ലാണ്. ആൻഡ് ഇൻവേസീവ് മോൾ പോലെ അല്ല, ഇവർ മെറ്റാസ്റ്റസൈസ് ചെയ്യുന്നുണ്ട്. അവർ കംപ്ലീറ്റ് ഒരു പാർഷ്യൽ മോളായിരുന്നു. ഇൻവേസീവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു പാർഷ്യൽ മോൾ ജസ്റ്റ് ബ്യൂട്രൻ മോളിൽ അറ്റാച്ച് ചെയ്യുന്നവരുടെ പ്രൊളിഫറേഷൻ നടത്തുന്നു. കൊറിയോ കാർസിനോമ എന്ന് പറയുമ്പോൾ അറ്റാച്ച് ചെയ്ത് അവിടെ പ്രൊളിഫറേഷൻ നടത്താൻ മാത്രമല്ല, അവർക്ക് ഒരു മെറ്റാസ്റ്റസൈസ് ക്യാരക്ടറും കൂടെ ഉണ്ട്. ഓക്കെ. ജസ്റ്റേഷണൽ കൊറിയോ കാർസിനോമ ഈസ് എ റാപ്പിഡ്ലി ഇൻവേസീവ് മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ദി ട്രോഫോപ്ലാസ്റ്റിക് സെൽ വിച്ച് മെറ്റാസ്റ്റസൈസ് വൈഡ്ലി. ഇറ്റ് റെസ്പോണ്ട് വെൽ ടു ദി കീമോതെറാപ്പി. Any types of choriocarcinoma? Gestational type and gestational type is preceded by the hydatidifform mole and previous abortion. Then normal pregnancies and ectopic pregnancy. So choriocarcinoma develop ചെയ്യുന്നത് എപ്പോഴാണ്? It can be preceded by hydatidifform mole, previous abortion, normal pregnancy and ectopic pregnancy. Then non-gestational ആയിട്ട് choriocarcinoma എപ്പോഴാണ് വരുന്നത്? വെരി റെയർ ആയിട്ട് വരാറുള്ളൂ. ആൻഡ് ഡെവലപ്സ് ഫ്രം ദി germ cell in the ovaries or testis or the mediastinum. സോ വെരി റെയർലി ആയിരിക്കും നോൺ ജസ്റ്റേഷണൽ കൊറിയോകാർസിനോമ വരുന്നത്. വന്നാൽ തന്നെ അത് ഡെവലപ്സ് ഫ്രം ദി germ cells in the ovaries or testis or the mediastinum. Then morphology of the choriocarcinoma. Morphology of choriocarcinoma എന്ന് പറയുമ്പോഴത്തേക്കും സൈറ്റ് എന്താ? choriocarcinoma in the uterus ranges from the microscopic foci to huge necrotic and hemorrhagic tumors. ഇവരെന്താ കുഞ്ഞ് ഹ്യൂജ് നെക്രോട്ടിക് ആൻഡ് ഹെമറേജിക് ട്യൂമർ വരെ അത് റേഞ്ച് ചെയ്യുന്നുണ്ട് ഫ്രം ദി ഇൻ ദി യൂട്രസ്. ഓക്കെ. കൊറിയോകാർസിനോമ ഇൻ ദി യൂട്രസ് റേഞ്ചസ് ഫ്രം മൈക്രോസ്കോപ്പിക് ഫോക്കി തൊട്ടിട്ട് ഹ്യൂജ് ആയിട്ടുള്ള നെക്രോട്ടിക് ആൻഡ് ഹെമറേജിക് ട്യൂമറായിട്ട്. ഹെമറേജിക് എന്ന് പറയുമ്പോൾ എന്താ? ബ്ലഡ് സെൽസ് ബ്രേക്ക് ചെയ്യുക. ദാറ്റ് ഇസ് ഹെമറേജിക് ട്യൂമറൈസ് ആയിട്ട് വരും. അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കും? ഇത് യൂട്രസിലല്ലേ വരുന്നത്. ഇപ്പം യൂട്രസിൽ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കും? സോഫ്റ്റ് ഫ്ലഷി യെല്ലോ വൈറ്റ് ട്യൂമർ. അത് സോഫ്റ്റ് ഫ്ലഷി യെല്ലോ വൈറ്റ് ട്യൂമർ. ദെൻ സെക്കൻഡറി ചേഞ്ചസ് എന്തൊക്കെ വരും? There are large pale areas of ischemic necrosis, extensive areas of hemorrhage, foci of cystic swelling. അപ്പോൾ സെക്കൻഡറി ചേഞ്ച് വൺസ് ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ട്യൂമേഴ്സായിട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡറി ചേഞ്ചസ് എന്തൊക്കെ വരും? ഇഷ്കീമിക് നെക്രോസിസ് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ നെക്രോട്ടിക് ഫോക്കേസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ ഇഷ്കീമിക് നെക്രോസിസ് കാണാൻ പറ്റും. എക്സ്റ്റെൻസീവ് ഏരിയാസ് ഓഫ് ഹെമറേജ് ആ ട്യൂമറിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ദി ഫോക്കി ഓഫ് സിസ്റ്റിക് സ്വെല്ലിംഗ്. ഇത് അതിൻ്റെ പിക്ചറാണ്. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ സിസ്റ്റിക് സ്വെല്ലിംഗ് വന്നിരിക്കുന്ന പാർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഹെമറേജ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ എക്സ്റ്റെൻസീവ് പെയിൽ ഏരിയ ഓഫ് ഇഷ്കീമിക് നെക്രോസിസ് വന്ന ഏരിയാസും. മൈക്രോസ്കോപ്പിയിൽ ആബ്സെൻസ് ഓഫ് കൊറിയോണിക് വില്ലൈ. ഇവിടെ കൊറിയോണിക് വില്ലൈ ആബ്സെൻ്റ് ആണ്. ബട്ട് ഇൻവേസീവ് മോഡിൽ വില്ലൈസ് ആർ പ്രസൻറ്റ്. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. കൊറിയോകാർസിനോമയിൽ എന്താ? ആബ്സെൻസ് ഓഫ് കൊറിയോണിക് വില്ലൈ. ട്രോഫോബ്ലാസ്റ്റിക് സെൽസ് ദേ കൺസിസ്റ്റ് ഓഫ് മിക്സ്ഡ് ഡൈമോർഫിക് പോപ്പുലേഷൻ ഓഫ് സിൻസീഷ്യൽ ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് സൈറ്റോട്രോഫോബ്ലാസ്റ്റ്. സോ ട്രോഫോബ്ലാസ്റ്റിക് സെൽ കൺസിസ്റ്റ് ഓഫ് മിക്സ്ചേഴ്സ് ഓഫ് ഡൈമോർഫിക് പോപ്പുലേഷൻ ഓഫ് സിൻസീഷ്യൽ ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് സൈറ്റോട്രോഫോബ്ലാസ്റ്റ്. മൈറ്റോസിസ് എന്തായിരിക്കും? അബണ്ടന്റ് ആൻഡ് സംടൈംസ് നോർമൽ ആയിരിക്കും. സെക്കൻഡറി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഹെമറേജ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞില്ല, ഹെമറേജ്, ഇഷ്കീമിക് നെക്രോസിസ്, സെക്കൻഡറി ഇൻഫ്ലമേഷൻ എക്സെട്ര. ഇവർക്കും ഇൻവേഷൻ എന്നൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ബിക്കോസ് കാർസിനോമ എന്ന് പറയുമ്പോൾ ഇൻവേസീവ് ആയിരിക്കുമല്ലോ. സോ ഇൻവേഷൻ ഉണ്ട്. ദേ ക്യാൻ ഇൻവേഡ് ഇൻ ടു ദി അണ്ടർലൈങ് മയോമെട്രിയം, ബ്ലഡ് വെസൽസ് ആൻഡ് ലിംഫാറ്റിക്സ്.
Clinical features. Uterine choriocarcinoma usually manifests as irregular vaginal spotting of a bloody brown fluid. So, uterine choriocarcinoma usually manifests as an irregular vaginal spotting of the bloody brown fluid ആയിട്ടാണ് മാനിഫെസ്റ്റ് ആവുന്നത്. ബ്ലഡി ബ്രൗൺ ഫ്ലൂയിഡ്. They may follow as rapidly normal pregnancy after the miscarriage or after curettage. Then ലാബ് ഫൈൻഡിങ്സ് എന്തായിരിക്കും? ബീറ്റ എച്ച് സി ജി എലിവേറ്റഡ് ആയിരിക്കും, ലൈക്ക് ദാറ്റ് ഓഫ് ഇൻവേസീവ് മോൾ. ഇവിടെയും ബീറ്റ എച്ച് സി ജി എന്തായിരിക്കും? എലിവേറ്റഡ് ആയിരിക്കും. Then spread of choriocarcinoma. Spread of choriocarcinoma എന്ന് നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മെറ്റാസ്റ്റസൈസ് ചെയ്യുന്ന ട്യൂമറാണ്. സോ വൈഡ് സ്പ്രെഡ് മെറ്റാസ്റ്റാസിസ് ആർ characteristics of the choriocarcinomas. Frequent sites include lung, brain, bone marrow, liver, vagina, and other organs. The treatment of gestational choriocarcinoma consists of evacuation of the content of the uterus. Surgery, chemotherapy results in nearly 100% remission and a higher rate of cure. Okay, then placental site trophoblastic tumor. Placental site trophoblastic tumor is derived from the placental site or intermediate trophoblast. The morphology and the functional features of the intermediate trophoblast overlaps with those of the trophoblast. So, the placental type site trophoblastic tumor alle. So they are derived from the placental site. Placental site is derived or intermediate trophoblast. Then morphological functional features of intermediate trophoblast overlaps with those of the trophoblast and syncytial trophoblast. അപ്പം syncytial trophoblastനെ അതിനെ ഓവർലാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും, ഇൻ്റർമീഡിയറ്റ് ഫംഗ്ഷൻ ആയിരിക്കും ഈ പ്ലാസെന്റൽ സൈറ്റ് ട്രോഫോബ്ലാസ്റ്റിക് ട്യൂമറിന് ഉണ്ടാകുന്നത്. ആൻഡ് ദീസ് ആർ അൺകോമൺ ഡിപ്ലോയിഡ് ട്യൂമേഴ്സ് യൂഷ്വലി ഡെവലപ്പിംഗ് എ ഫ്യൂ മന്ത്സ് ആഫ്റ്റർ ദി പ്രഗ്നൻസി. ഇതെപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ഫ്യൂ മന്ത്സ് ആഫ്റ്റർ ദി pregnancy. And intermediate trophoblasts do not produce HCG in a large amount. ഇത് ഇവിടുത്തെ ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്. ബീറ്റ എച്ച് സി ജി സാധാരണ എന്ത് ട്യൂമേഴ്സ് ഉണ്ടെങ്കിലും ബീറ്റ എച്ച് സി ജി ലെവൽ റേസ് ചെയ്യും. ഇവിടെ ഇത് പ്രഗ്നൻസി ടൈമിലല്ല, പ്രഗ്നൻസി കഴിഞ്ഞ് വരുന്നതല്ലേ, അതുകൊണ്ട് ബീറ്റ എച്ച് സി ജി ലെവലൊന്നും ലാർജർ ആവുന്നില്ല. ഡു നോട്ട് പ്രൊഡ്യൂസ് ബീറ്റ എച്ച് സി ജി ഇൻ എ ലാർജർ എമൗണ്ട്. Then hence HCG levels are not mildly raised. These tumors produces human placental lactogen. ഇവിടെ എച്ച് പി എൽ ആയിരിക്കും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എച്ച് സി ജി ലെവൽസ് ഒക്കെ നോർമൽ ആയിരിക്കും, മൈൽഡ്ലി റേസ് ചെയ്തിട്ടുണ്ടാവും എച്ച് സി ജി ലെവൽ. ബട്ട് എച്ച് പി എൽ, ദാറ്റ് ഈസ് ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ ലെവലായിരിക്കും റേസ് ചെയ്യുന്നത് ഇവിടെ. ദെൻ prognosis, it has an indolent clinical course, usually with a favorable outcome if the tumor is confined to endomyometrium, and these tumors are not sensitive to chemotherapy. So these tumors are not sensitive to chemotherapy. ഇത് എവിടെ കൺഫൈൻ ചെയ്യുന്നത്? എൻഡോബയോമെട്രിയത്തിലായിരിക്കും ഇത് കൂടുതൽ കൺഫൈൻ ചെയ്തിട്ടുണ്ടാകുന്നത്. മറ്റേ കൊറിയോകാർസിനോമ എവിടെയായിരിക്കും കൊറിയോകാർസിനോമയാണല്ലോ എവിടെയാണെന്നാണ് പറഞ്ഞത് കൺഫൈൻ ചെയ്തേക്കുന്നത്? മയോമെട്രിയത്തിൽ. ഓക്കെ, മയോമെട്രിയം മാത്രമല്ല, ട്രോഫോബ്ലാസ്റ്റിലാണ് കൂടുതലായിട്ടും. ഇൻവേസീവ് മോളും കൺഫൈൻ ചെയ്തേക്കുന്നത് മയോമെട്രിയത്തിലാണ്. ആൻഡ് കൊറിയോകാർസിനോമ മെറ്റാസ്റ്റസൈസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. And when compared with other trophoblastic tumors, hence prognosis is poor and when it spread beyond the uterus. So once it spread beyond the uterus, the prognosis will be poor. Ectopic pregnancy. Ectopic pregnancy or gestation is the implantation of a fetus in any site other than a normal intrauterine location is the ectopic pregnancy. When the ectopic pregnancy, implantation of the fetus എവിടെ നടക്കുന്നുണ്ടോ അതർ ദാൻ ദി നോർമൽ യൂട്രൈൻ ലൊക്കേഷനിൽ ഇംപ്ലാന്റേഷൻ ഓഫ് ഫീറ്റസ് നടക്കുമ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് എക്ടോപിക് പ്രഗ്നൻസി. സൈറ്റ് എന്തൊക്കെ വരും? ഫെലോപ്പിയൻ ട്യൂബ്. അതർ സൈറ്റ് ഇൻക്ലൂഡ്സ് ഓവറി, അബ്ഡോമിനൽ ക്യാവിറ്റി ആൻഡ് ഇൻട്രാ യൂട്രൈൻ പോർഷൻ ഓഫ് ദി ഫെലോപ്പിയൻ ട്യൂബ്. ഓക്കെ, ഫെലോപ്പിയൻ ട്യൂബ് നോർമലി എവിടെ നടക്കുന്നത്? ഫെലോപ്പിയൻ ട്യൂബിലൂടെ പാസ് ചെയ്തിട്ട് ആംബുല ഓഫ് ദി ഫെലോപ്പിയൻ ട്യൂബിൽ നടക്കാം. ഓർ നോർമലായിട്ടല്ല, എക്ടോപിക് പ്രഗ്നൻസി ഫെലോപ്പിയൻ ട്യൂബിൽ എവിടെ വേണമെങ്കിലും നടക്കാം. ആൻഡ് ഓവറിയിൽ നടക്കാം, അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നടക്കാം, ഇൻട്രാ യൂട്രിൻ പോർഷൻ ഓഫ് ദി ഫെലോപ്പിയൻ ട്യൂബിൽ നടക്കാം. Then predisposing conditions എന്തൊക്കെയാണ്? prior pelvic inflammatory disease resulting in fallopian tube scarring. ഇപ്പോൾ fallopian tube scarring pelvic inflammatory disease എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെ സ്കാറിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. Then other causes of the peritubular scarring in adhesion such as appendicitis, endometriosis and previous surgery. Appendicitis, endometriosis, previous surgery ഉള്ളവർക്കും peritubular scarring ഡെവലപ്പ് ചെയ്യും and result in ectopic pregnancy. Intrauterine contraceptive devices also increases the risk of ectopic pregnancy. Pathogenesis in initially, the embryonic sac surrounded by the placental tissue gets implanted in the lumen of the fallopian tube. അപ്പോൾ ഇനീഷ്യലി എന്ത് ചെയ്യും? എംബ്രിയോണിക് സാക്ക്, പ്ലാസെന്റൽ ടിഷ്യൂ ഉള്ള പ്ലാസെന്റൽ ടിഷ്യൂ എന്ന ഭാഗമുണ്ടല്ലോ എംബ്രിയോണിക് സാക്ക്, അത് ആദ്യം ഇംപ്ലാന്റ് ചെയ്യും ലൂമൻ ഓഫ് ദി ഫെലോപ്പിയൻ ട്യൂബിൽ. ഇവിടെ അത് ഇംപ്ലാന്റ് ചെയ്യും. നോർമലി യൂട്രസ് എങ്ങനെ ഇംപ്ലാന്റ് ചെയ്യുന്നത് അതുപോലെ ഇവർ പോയി ഇംപ്ലാന്റ് ചെയ്യും. ആൻഡ് എന്ത് ചെയ്യും? പ്ലാസെന്റൽ ടിഷ്യൂ സറൗണ്ട് ചെയ്യും ആ ഇംപ്ലാന്റേഷന്.
With the time, trophoblastic cells at the chorionic villi of the placenta invade the fallopian tube wall as they do in the uterus during normal pregnancy. And what they do? Once complete ആയിട്ട് സറൗണ്ട് ചെയ്ത് പ്ലാസൻ്റൽ ടിഷ്യൂ ഇനി എന്ത് ചെയ്യും ട്രോഫോബ്ലാസ്റ്റിക് സെൽ പ്രൊളിഫറേറ്റ് ചെയ്യും. ദെൻ വാട്ട് അബൌട്ട് കൊറിയോണിക് വില്ലി ഓഫ് ദി പ്ലാസൻ്റ എന്ത് ചെയ്യും ഇൻവേഡ് ചെയ്യും ഫലോപ്പിയൻ ട്യൂബിനെ. നോർമലി പ്രഗ്നൻസിയിൽ എങ്ങനെ നടക്കുന്നത് അതുപോലെ തന്നെ കൊറിയോണിക് വില്ലി എന്ത് ചെയ്യും ഫലോപ്പിയൻ ട്യൂബിൽ ഇൻവേഡ് ചെയ്യും. ആസ് ദാറ്റ് ഒക്കറിങ് ഇൻ കേസ് ഓഫ് നോർമൽ പ്രഗ്നൻസി. The growth of the growth of gestational sac distends the fallopian tube following the thinning and rupturing. So, the growth of the gestational sac and the distend the fallopian tube causes thinning and rupturing. Growth of the gestational sac and the distension of fallopian tube. Fallopian tube എന്ന് പറയുമ്പോൾ നമുക്കൊരു നാരോ ട്യൂബാണ്. അപ്പോൾ ഈ ജസ്റ്റനൽ സാക്ക് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഫലോപ്പിയൻ ട്യൂബ് എന്ത് ചെയ്യും ഈ ഡിസ്റ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് കോസിങ് തിന്നിങ് ആൻഡ് സംടൈംസ് റപ്ചർ. Fallopian tube rupture usually results in massive intraperitoneal hemorrhage. Once fallopian tube rupture, what happens? Intraperitoneal hemorrhage ഉണ്ടാകും. Morphology at a tubal pregnancy is the most common cause of hematosalpinges. That is blood-filled fallopian tube. Microscopic, that is tubal pregnancy എന്ന് പറയുമ്പോൾ എന്താ fallopian tubular pregnancy. Then microscopic examination usually shows a blood clot admixed with chorionic villi. Clinical hysterectomy pregnancy present as severe abdominal pain due to rupture of tube leading to pelvic hemorrhage and constitutes a medical emergency. It most commonly develops about 6 weeks after the previous normal menstrual period, and the patient may rapidly develop hemorrhagic shock with signs of acute abdomen.